കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ മുഖ്യധാര മാധ്യമങ്ങൾക്കോ വാർത്താ ചാനലുകൾക്കോ ഒരു വലിയ വാർത്തയായി നൽകാതെ, എന്നാൽ ഏകദേശം 1700 കോടിയോളം രൂപ ചെലവിട്ട് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഒരു പുതിയ പദ്ധതി ആവിഷ്കാരം ചെയ്തിട്ടുണ്ട്. ആവിഷ്കാരം ചെയ്യുക മാത്രമല്ല, അവരതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ പദ്ധതി? എന്തിനാണ് ഈ പദ്ധതി? ഇത് എവിടെയാണ് ഈ പദ്ധതി? എന്തുകൊണ്ടാണ് അവർ വാർത്താ മാധ്യമങ്ങളെയോ തമിഴ്നാട്ടിലുള്ള വാർത്താ മാധ്യമങ്ങൾക്ക് പോലും വലിയൊരു വാർത്തയായി നൽകാതെ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്? തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമ്മൾ ലോകം മുഴുവൻ അറിയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ നിഗൂഢമായ പദ്ധതിയുടെ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും നേരിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ്. തമിഴ്നാട്ടിലെ ആളുകളെ സംബന്ധിച്ച് വെള്ളം, തണ്ണി എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. അവർ ജാതി മതം ഒന്നുമില്ല, ഒറ്റക്കെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അല്പം സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഇവിടെ ഇടുക്കി ജില്ലയിലെ കുമിളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഇങ്ങനെ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഗംഭീരമായ പൈപ്പൊക്കെ കാണാം. അതിങ്ങനെ റോഡിനെ ക്രോസ് ചെയ്ത് അങ്ങോട്ടും കാണാം. ഇങ്ങനെ ഈ പൈപ്പ് വഴിയാണ് ഇങ്ങനെ വെള്ളം തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. ആ കാണുന്നതാണ് പെരിയാർ പവർ സ്റ്റേഷൻ. അവിടെയാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് കൊണ്ടുപോകുന്ന ഈ വെള്ളം കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടുന്ന് കാണുന്നത് നല്ല വിശാലമായ കണ്ണത്താ ദൂരത്തോളം പച്ചപ്പ് നിറഞ്ഞ ഒരു തമിഴ്നാടിൻ്റെ മനോഹരമായ കാഴ്ച കേട്ടോ. ഈ കാണുന്ന മുഴുവൻ തമിഴ്നാട് അങ്ങ് വരെ. അപ്പോൾ ഈ കാണുന്ന പച്ചപ്പിന് പിന്നിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ അവകാശം പറയാം. കാരണം മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം കൊണ്ടുള്ള ആ ഒരു സമ്പൽ സമൃദ്ധിയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 1700 മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ നമ്മളിങ്ങനെ നോക്കുവായിരുന്നെങ്കിൽ, ഇവിടെ വന്നിരുന്നെങ്കിൽ നോക്കുവായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ഒരു മരുഭൂ സമാനമായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ പെരിയാർ നദിയിലെ വെള്ളം പ്രളയമൊക്കെ സൃഷ്ടിച്ച് വെറുതെ അറബിക്കടലിലേക്ക് ഒഴുകി പോകുന്ന സമയത്താണ് അതിനെ ഡൈവേർട്ട് ചെയ്ത് ബംഗാൾ ഉൾക്കടലിലേക്ക് ഈ തമിഴ്നാട്ടിലൂടെ ഒഴുക്കി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സമ്പൽ സമൃദ്ധമാകും എന്നുള്ള അന്നത്തെ ആ ഒരു തീരുമാനത്തിന് പ്രകാരമാണ് മുല്ലപ്പെരിയാർ ഡാം വന്നതും അങ്ങനെ വെള്ളം പോയി ഈ കാണുന്ന പച്ചപ്പൊക്കെ ഉണ്ടായത്. നമ്മളിത് കണ്ട് അസൂയപ്പെട്ടൊന്നും കാര്യമില്ല. കാരണം ഇപ്പോഴും നമ്മുടെ പെരിയാറിലെ വെള്ളം വെറുതെ ഒഴുകി അറബിക്കടലിലേക്ക് പോവുകയാണ്. ഇവർ ഈ വെള്ളം നേരെ ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതിന് മുമ്പ് തന്നെ ഇവർ വെള്ളം കുടിച്ചും ഉപയോഗിച്ചും ഒക്കെ അങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തീർക്കുവാണ്. അപ്പോൾ നമുക്ക് പോകെ അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും തമിഴ്നാടിൻ്റെ ഈ പദ്ധതി പ്രദേശത്തേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ പദ്ധതി തമിഴ്നാട് ഇത്രയും കോടികൾ മുടക്കി എന്തിനാണ് ചെയ്യുന്നത്? ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്താണ്, എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. പിന്നെ ഞാനിപ്പോൾ ഉള്ളതും തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ അതെവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 2011 സെൻസസ് പ്രകാരം തമിഴ്നാട്ടിലെ മധുരൈ നഗരത്തിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 14,70,000 ആണ്. അപ്പോൾ അത്രയും പേർക്ക് വേണ്ടി ഇത്രയും നാളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് 192 ദശലക്ഷം ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും അവർക്ക് ആവശ്യം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനസംഖ്യാ വർധനവ് മൂലമോ അല്ലെങ്കിൽ പുതിയ വ്യവസായങ്ങൾ വന്നതിൻ്റെ പേരിലൊക്കെ ആയിട്ട് ആ വെള്ളമൊന്നും അവർക്ക് തികയുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്കൊരു 317 ദശലക്ഷം ലിറ്റർ വെള്ളം വേണമെന്നാണ് അവിടുത്തെ ആളുകളുടെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ നിലവിലുള്ളതിനേക്കാൾ ഒരു 125 ദശലക്ഷം ലിറ്റർ വെള്ളവും കൂടി പ്രതിദിനം അവർക്ക് വേണം. അതായത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 192 ദശലക്ഷം ലിറ്റർ വെള്ളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വൈഗൈ ഡാമിൽ നിന്നും വൈഗൈ നദിയിൽ നിന്നും കാവേരി പ്രൊജക്റ്റിൽ നിന്നൊക്കെയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൂടാതെ 125 ദശലക്ഷം വെള്ളവും കൂടി അഡീഷണൽ അവർക്ക് ഓരോ ദിവസവും ഇപ്പോൾ ആവശ്യമുണ്ട്. അതായത് നിലവിലുള്ളതിനേക്കാൾ 2,80,000 പുതിയ പൈപ്പ് കണക്ഷനും പുതിയ ടാപ്പുകളും കൊടുത്തുകൊണ്ട് കൂടുതൽ വെള്ളം അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പദ്ധതി. അപ്പോൾ ആ വെള്ളം മുല്ലപ്പെരിയാറിൽ നിന്നും അവിടെ എത്തിക്കണം, അതാണ് അവരുടെ പരിപാടി. അതെങ്ങനെയാണ് എത്തിക്കുന്നത് എന്നുള്ളത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. 1886 കാലഘട്ടങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാം പണി കഴിപ്പിച്ച ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ജോൺ പെനിക്യുക്കിൻ്റെ ഒരു സ്മൃതി മണ്ഡപമാണ് നമ്മൾ കാണുന്നത്. ആ സ്ഥലത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ലോവർ ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പുറകിൽ കാണുന്നത് പശ്ചിമഘട്ട മലനിരകളൊക്കെയാണ്. അതിൻ്റെ താഴ്വാരത്തായിട്ട് ഇങ്ങനെ ജോൺ പെനിക്യുക്കിൻ്റെ ഒരു സ്മൃതി മണ്ഡപം ഇവരിവിടെ പണിത് വെച്ചിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ പറഞ്ഞില്ലേ മരുഭൂ സമാനമായി വരണ്ട് കിടന്നിരുന്ന ആ നാടിനെ ഇന്ന് കാണുന്ന സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിക്കാൻ പാടുപെട്ട ഒരു മനുഷ്യനാണ് ജോൺ പെനിക്യുക്ക് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം അവിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റൊക്കെ കൊടുത്ത പൈസയൊക്കെ തീർന്നിട്ട് വേറെ പൈസയൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം വിറ്റുപെറുക്കി ആണ് വീണ്ടും അദ്ദേഹം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി തീർത്തത് എന്നാണ് ചരിത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദൈവത്തെ പോലെയാണ് ജോൺ പെനിക്യുക്കിനെ ഇവിടെയുള്ള തമിഴ്നാട്ടിലെ ആളുകൾ ആരാധിക്കുന്നത്. അങ്ങ് കാണുന്ന ആ മലയുടെ മേളിൽ നിന്ന് കേട്ടോ ഞാനിപ്പോൾ വരുന്നത്. നല്ല ഗംഭീര റോഡാണ്. പിന്നെ ഈ റോഡിൻ്റെ സൈഡൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടോ മൊത്തം കൃഷിയാണ്. ഇവിടുത്തെ ഇപ്പോൾ വാഴ കൃഷി, അങ്ങോട്ടൊക്കെ കുറേ കൃഷിസ്ഥലങ്ങളാണ്. വാഴയും തെങ്ങും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് കൃഷിസ്ഥലങ്ങളാണ് കേട്ടോ. അത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന്
അവർ തമിഴ്നാട് ഒഴുക്കി കൊണ്ടുവരുന്ന വെള്ളമാണ്. അത് പെരിയാർ പവർ സ്റ്റേഷനിലൊക്കെ കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളമാണ് ഈ വരുന്നത്. അപ്പോൾ ഒരു ചെക്ക് ഡാം എന്നത് താഴ്ന്ന ഉയരവും നീളവും വീതിയുമുള്ള കനാൽ പോലുള്ള താൽക്കാലിക ജലസംഭരണിയാണ്. മുല്ലപ്പെരിയാർ കുടിവെള്ള വിനിയോഗ പദ്ധതിയുടെ ഭാഗമായി വൈരവനാറിലെ ലോവ ക്യാമ്പ് പ്രദേശത്ത് തമിഴ്നാട് ഇത് നിർമ്മിക്കുന്നു. തുടർന്ന് ശുദ്ധീകരിച്ച് മധുരൈ നഗരം വരെയുള്ള പ്രദേശങ്ങൾക്ക് ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ചെക്ക് ഡാമിന് സമീപം പോലും വലിയ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കില്ല. കാർഷികാവശ്യത്തേക്കാൾ തുടർച്ചയായ കുടിവെള്ള ഉപയോഗത്തിനായി വെള്ളം സംഭരിക്കുന്ന രീതിയാണിത്. പ്രാദേശിക കർഷകരിൽ ആശങ്കയോ പരിഭ്രാന്തിയോ ഉണ്ടാക്കാതിരിക്കാൻ ഇക്കാര്യത്തിൽ കൂടുതൽ വാർത്തകൾ പുറത്തുവിടുന്നില്ല എന്നതാണ് അവരുടെ പദ്ധതി. ഇതാണ് ഈ പദ്ധതി പ്രദേശം. അപ്പോൾ ഇവിടെ നിന്ന് കാണാം ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്റർ ദൂരമുണ്ട് മധുരൈ നഗരത്തിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഈ 150 കിലോമീറ്റർ ഒരു പൈപ്പ് ലൈനിലൂടെ, ഇവിടെ ഒരു ചെക്ക് ഡാം പണിതിട്ട് ഒരു പൈപ്പ് ലൈനിലൂടെ ഈ വെള്ളം മധുരയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഇത്രയും കോടി രൂപ മുടക്കി ഇവരൊരു പുതിയ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെയൊക്കെ അറിയിക്കാത്തതിൻ്റെ ഒരു കാര്യം കൂടെ ഉണ്ട്. അതിലേക്ക് ഞാൻ വരാം. ആദ്യം എങ്ങനെ ഒരു വെള്ളം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറയാം. ഇവിടുന്ന് 94 കിലോമീറ്റർ അകലെയുള്ള പന്നൈപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരിക്കും ആദ്യം ഇവിടുന്ന് പൈപ്പ് ലൈൻ ഇടുക. 96 കിലോമീറ്ററോളം ഉണ്ട്. അത്രയും ദൂരത്തേക്ക് ഈ വെള്ളം കൊണ്ടുപോയിട്ട് ഈ പന്നൈപ്പട്ടിയിലെ ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അത് നിർമ്മിച്ചതിന് ശേഷം അവിടുന്ന് 56 കിലോമീറ്റർ അകലെയുള്ള 54 കിലോമീറ്റർ അകലെയുള്ള മധുരൈ നഗരത്തിലേക്ക് വെള്ളം ശുദ്ധീകരിച്ച് കൊണ്ടുപോവുക. അതുകൂടാതെ നിലവിൽ മധുരയിലുള്ള പൈപ്പ് കണക്ഷനിൽ നിന്നും 2,80,000 പുതിയ പൈപ്പ് കണക്ഷനും കൂടി നിർമ്മിച്ചുകൊണ്ട് ഈ വെള്ളം മധുരൈ നഗരത്തിലേക്ക് കൂടുതലായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഈ മാധ്യമങ്ങളെ ഒന്നും അറിയിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് തീരുന്നത് വരെ അറിയിക്കാതിരിക്കുന്നതാണ് ഇവർക്ക് നല്ലത്. കാരണം ഇവിടെയുള്ള കുറച്ച് കർഷകരെ സംബന്ധിച്ച്, മധുരയ്ക്ക് ഇപ്പുറത്തേക്കുള്ള കർഷകരെ സംബന്ധിച്ച് അവരുടെ ഒരു ആകുലത ഈ ഒഴുകി പോകുന്ന വെള്ളത്തിൽ നിന്നാണ് അവർ വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളം അവർക്ക് കൃഷിക്ക് തികയാതെ വരുമോ? നിലവിലുള്ള ഈ വെള്ളം തന്നെ തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് കൃഷിക്ക് തികയുന്നില്ല. അപ്പോൾ ഇനിയും ഈ വെള്ളത്തിൽ നിന്ന് മധുരയ്ക്കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളം കിട്ടാതെ വരുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഈ വെള്ളത്തിൽ നിന്നും ഒരടിയിലാണ് ഈ കെട്ട് കെട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെക്ക് ഡാം വരുമ്പോൾ ചുരുങ്ങിയത് ഒരു 10, 15, 20 അടിയെങ്കിലും ഉയരും ഒരു ഉദ്ദേശമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പം നിലവിലുള്ള ഈ ജലനിരപ്പ് ഉയർന്ന് ഈ കാണുന്ന കൃഷിസ്ഥലങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മുടെ ഒരു നിരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഡാം പണിയുമ്പോൾ ഈ ഒരു പ്രദേശത്ത് മാത്രമായിരിക്കത്തില്ലല്ലോ ഈ വെള്ളത്തിൻ്റെ ഒരു റിസർവോയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു കുറേ ഏക്കർ സ്ഥലങ്ങളിങ്ങനെ അവിടുന്ന് വെള്ളം തുടങ്ങുന്ന അവിടെ തൊട്ട് കുറേ ഏക്കർ സ്ഥലം ഇതുപോലെ വെള്ളത്തിനടിയിലായി പോകാനായിട്ടുള്ള സാധ്യതയും കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ പരിസരവാസികളായിട്ടുള്ള കർഷക സംഘടനകളൊന്നും ഇതിനൊരു അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കില്ല അവരുടെ ഭാഗത്തുനിന്ന്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ലോക്കലായിട്ടുള്ളതും അല്ലാതുമായിട്ടുള്ള മീഡിയാസിനൊന്നും ഈ ഒരു വാർത്ത അത്ര കൃത്യമായിട്ട് അവർ നൽകാത്തത്. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഈ 150 കിലോമീറ്റർ പൈപ്പ് ലൈൻ ഇടുന്നത് മാത്രമല്ല, മൊത്തത്തിൽ ഈ ജലസേചനത്തിന് വേണ്ടി, അതായത് ഈ തമിഴ്നാട്ടിലെ ഈ മധുര നഗരത്തിലേക്ക് വേണ്ടുന്ന പൈപ്പ് കണക്ഷൻ്റെ എല്ലാം എന്ന് പറയുന്നത് ഏകദേശം 1700ഓളം കിലോമീറ്റർ ഇവർക്ക് പൈപ്പിംഗ് ആവശ്യമായിട്ട് വരും ഈ വെള്ളം എല്ലായിടത്തും എത്തിക്കുമ്പോൾ. അപ്പം അതിനുവേണ്ടിയിട്ടാണ് ഈ 1700 കോടി മുടക്കിയുള്ള ഈ ഒരു ബൃഹത് പദ്ധതി ഇവർ ചെയ്യുന്നത്. ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇവിടെ ഈ കെട്ട് കണ്ടാലറിയാം ഇവിടെയൊക്കെ വലിയ രീതിയിലുള്ളൊരു കെട്ട് ഇതുപോലെ വരാനായിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ളൊരു വർക്കാണ് നടക്കുന്നത്. ഏതായാലും മനോഹരമായ സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം ഇവിടെ ഡാം വരുമ്പോൾ ഇതൊക്കെ കൃഷിസ്ഥലമൊക്കെ വെള്ളത്തിനടിയിലായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആ പദ്ധതി കണ്ടേച്ച് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ജമന്തി തോട്ടത്തിൻ്റെയും ഒരു പച്ചമുളകിൻ്റെയൊക്കെ തോട്ടമുണ്ട്. അപ്പോൾ ഞാനിവിടെ കയറാൻ ശ്രമിച്ചപ്പോൾ ഒരാൾ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ഇദ്ദേഹം എന്നോട് പറഞ്ഞു എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ചെരുപ്പ് ഊരിയിട്ട് വേണം കയറാൻ. കാരണം ഇവർ മണ്ണിനെ സ്നേഹിക്കുന്നവരാണ്, കർഷകരാണ്. അപ്പോൾ അവർ ചെരുപ്പ് ഊരിയിട്ടിട്ട് അത്രയും ബഹുമാനിച്ചാണ് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ജമന്തി പൂവിൻ്റെ കൃഷിയാണ്. അപ്പോൾ അവിടെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ചെരുപ്പ് ഒന്ന് ഊരിയിട്ടിട്ട് എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. സാധാരണ ഏതായാലും നമ്മൾ ഒന്ന് തമിഴ്നാട്ടിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കൃഷിയുടെയൊക്കെ ഒരു കുറച്ച് വീഡിയോ ഒക്കെ ഒന്ന് പകർത്തിയിട്ട് പോകുന്നതാണ്. ചെരുപ്പിടാതെ നമുക്കത്ര നടപ്പത്ര വശമില്ല കേട്ടോ. ഇതാണല്ലോ ഇത് പച്ചമുളക് കേട്ടോ. പച്ചമുളക് മാത്രമല്ല ഇതുണ്ട്, ബീൻസുണ്ട്. ഇത് പച്ചമുളക് നല്ല കൊലകൊലയായിട്ട് കിടക്കുന്നുണ്ട്, അടിപൊളി. ഇത് മുഴുവൻ പച്ചമുളകിൻ്റെ തോട്ടമാണ്. ഇടയ്ക്ക് ചെറിയ ചെറിയ കുറ്റി ബീൻസ് ഉണ്ട്. ഉള്ളവർ ഓക്കെ കറക്റ്റ്. ഓ சாமிக்கு போகிறது ஓகே, அதனால தான் ഓ കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അപ്പോൾ ഈ പൂക്കളൊക്കെ ദൈവത്തിന് സമർപ്പിക്കാനുള്ളതാണ്, സ്വാമിക്കുള്ള പൂവാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അവർ ഈ നടുന്നിടത്തിനെ ബഹുമാനിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ പച്ചമുളക് കണ്ടോ,
നല്ല പച്ചമുളകും ഉണ്ട്, അതുകൂടാതെ ജമന്തി പൂക്കളും ഉണ്ട്. നല്ല മണം കേട്ടോ, നല്ല ജമന്തി പൂവിൻ്റെ മണമാണ്. ഇതുണ്ട് ചാക്കിനകത്ത് നിറച്ച് വെച്ചേക്കുന്നുണ്ടല്ലേ. അടിപൊളി, വലിയ ചാക്കിനകത്ത് പറിച്ച് വെച്ചേക്കാം കേട്ടോ. ഇതൊക്കെ ജമന്തി പൂവിൻ്റെ പൂ പറിക്കുന്നവരാട്ടോ, അതിൻ്റെ വിളവെടുക്കുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത്. ആഹാ, സത്യം പറഞ്ഞാൽ മനസ്സിന് നല്ലൊരു കുളിർമ. അതായത് നമ്മൾ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ നിന്ന് പെട്ടെന്നൊരു മനസമാധാനമുള്ളൊരു സ്ഥലത്തേക്ക് വന്നപ്പോഴേ അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് മനസ്സൊന്ന് തണുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ പച്ചമുളകുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ ഇടയ്ക്ക് വരുന്ന പച്ചമുളകിനൊന്നും എരിവില്ല. മറ്റേ നീളം കുറഞ്ഞ മുളകിനെ എരിവുള്ളൂ. എന്നാൽ ഒരു മുളക് പറിച്ചാണ്. മതിയോ? അത് മതി. മലയാളമൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത് ഈ മുളകിന് എരിവുണ്ടോ എന്ന് കടിച്ചു നോക്കട്ടെ. മറ്റേ എന്താ ചിന്ന മുളക് ഇല്ല, അത് എരിവ്. ഇത് നല്ല ടേസ്റ്റ്. അത് എരിവുണ്ട്. കുറച്ച് ആദ്യം കടിച്ച് വരുമില്ല, പക്ഷെ നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ കണ്ട പദ്ധതി പ്രദേശത്ത് ഒരു അല്പം മാറി ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അത് എന്തോ ഒരു കൃഷിയാണ്. അപ്പുറത്തേണ്ട കുറേ ആടുകളൊക്കെ മെയ്യുന്ന കാണാം. ഇങ്ങനെ വിശാലമായ കൃഷിസ്ഥലത്തിനിടയിലാണ് ഞാൻ നിൽക്കുന്നത്. ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയ മലനിരകളാണ് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ നമ്മുടെ എന്താ പറയുക പശ്ചിമഘട്ട മലനിരകളാണ്. അതിൻ്റെ മേളിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി വന്നേക്കുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം ഇങ്ങനെ എല്ലാം ചുറ്റോട് ചുറ്റുമുണ്ടോ ഇങ്ങനെ മലനിരകളാണ്. അപ്പോൾ ഇങ്ങനെ മലനിരകളുള്ളതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ ഈ ഭാഗത്ത് മഴ പെയ്യാത്തത്. കാരണം മഴമേഘങ്ങളെ ഈ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തിയിട്ട് മഴയൊക്കെ അവിടെ പെയ്യും. ഇങ്ങോട്ടേക്ക് മഴ പെയ്യില്ല, വെള്ളവുമില്ല. അപ്പോൾ അങ്ങനെയാണ് 1700 കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ, അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെ ആയിരക്കണക്കിന് ആളുകൾ വെള്ളം കിട്ടാതെ വരൾച്ച മൂലമൊക്കെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് തൊട്ടേ പഴയ നാട്ടുരാജാക്കന്മാർ തൊട്ടേ ഇങ്ങനൊരു പദ്ധതിയുണ്ട്. ഈ മുല്ലപ്പെരിയാറിലെ നദിയിലെ വെള്ളം ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു പദ്ധതി. ഏതായാലും അവരതിനകത്ത് വിജയിച്ചു. അതുകൊണ്ട് തന്നെ ഈ നാട് മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാരുടെ കുടിവെള്ളത്തിനുള്ള വെള്ളവും ഇതുപോലെ ലക്ഷക്കണക്കിന് വരുന്ന ഏക്കർ കൃഷിഭൂമിക്ക് വേണ്ടുന്നതായിട്ടുള്ള വെള്ളവുമായിട്ടൊക്കെ വെള്ളം മാറി. പക്ഷേ അത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് എന്നും ഒരു പേടി സ്വപ്നമായി, എല്ലാ മഴക്കാലത്തും ഒരു പേടി സ്വപ്നമായി മാറി മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പദ്ധതിയാണത്. ഈ നാടിന് ഇത്രയും ഒരു സമൃദ്ധി ഉണ്ടാകുന്ന രീതിയിലൊരു പദ്ധതി എന്ന് പറയുന്നത് അത് എക്കാലവും നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ശാശ്വതമായ പരിഹാരം നമുക്ക് ആവശ്യമാണ്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അപ്പോൾ ലഭിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം, തമിഴ്നാട് പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൊന്നും വലിയ ന്യൂസ് വരാതെ കൊണ്ട് മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു 1700 കോടി രൂപയുടെ പദ്ധതിയെ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് പദ്ധതി എന്നുള്ളതും എങ്ങനെയാണ് നടത്തുന്നതെന്നുള്ളതും അത് എവിടെയാണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ഫൈനലായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് കേരളത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണമോ ദോഷമോ ഉണ്ടോ എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്ക് അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇത് കേരളത്തിലല്ല ചെയ്യുന്നത്, ഇവർ തമിഴ്നാട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള അനുമതികളോ ഒന്നും ഇതിന് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും അവർ വെള്ളം കൊണ്ടുപോകുന്ന ആ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടും മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് നേരിട്ട് കണക്ഷൻ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടും ഒരു തരത്തിലും ബാധിക്കുകയില്ല. ഇനി ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ പ്രതിദിനം 125 ദശലക്ഷം ലിറ്റർ വെള്ളം കൊണ്ടുപോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ അവർ എടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ വെള്ളം അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോൾ ഡാമിൽ ഏറ്റവും കൂടുതൽ വെള്ളം കെട്ടി നിർത്തുമ്പോഴാണല്ലോ നമുക്ക് പ്രശ്നം. കൂടുതൽ വെള്ളം അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഡാമിന് അത്രയും പ്രഷർ കുറയും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജലനിരപ്പ് ഉയരാതെ കൊണ്ട് അവർ വെള്ളം ഇങ്ങനെ ധാരാളമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും കാലാകാലമായിട്ട് മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അവരുടെ ഭരണകാലഘട്ടത്ത് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും സൂത്രവാക്യമൊക്കെ ഉപയോഗിച്ചോ രാഷ്ട്രീയം കളിച്ചോ ഒക്കെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി അങ്ങനെ തട്ടിമുട്ടിയും പോകുന്നതല്ലാതെ ഇതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളുകളിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ ദുഃഖിക്കേണ്ടി വരും. കേരളത്തിലെ 50 ലക്ഷം ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. തമിഴ്നാട്ടിലേക്ക് വെള്ളം കിട്ടാതെ ഇവിടെ 1 കോടി അധികം ആളുകൾ കുടിവെള്ളമില്ലാതെയും ലക്ഷക്കണക്കിന് കൃഷിയൊക്കെ നഷ്ടപ്പെട്ട് പോകും. അപ്പം തമിഴ്നാടിനെ സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന ഒരു താറാവിനെ കൊല്ലുന്നതിന് തുല്യമായിരിക്കും അത്. കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും വാണിങ്ങുകൾ കിട്ടിയിട്ടും അതിനൊരു പരിഹാരം കണ്ടെത്താത്തതിനുള്ള ശിക്ഷയായി അത് മാറും. അപ്പോൾ ഒരിക്കലും അങ്ങനെ മാറാതിരിക്കാൻ രണ്ട് ഗവൺമെന്റുകളും കൂടി ഒത്തൊരുമിച്ച് തീരുമാനിച്ച് കൂടുതൽ ജലം തമിഴ്നാടിന് കൊടുത്തുകൊണ്ട് ഡാമിലെ ജലനിരപ്പ് അതിൻ്റെ 50% താഴേക്ക് താഴ്ത്തി നിർത്തിക്കൊണ്ട് നമ്മൾ പറഞ്ഞൊരു പുതിയ ടണലെങ്ങാനും നിർമ്മിച്ച് കൂടുതൽ വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊടുത്തുകൊണ്ട് ഇവിടെ കൂടുതൽ സ്റ്റോറേജ് ഉണ്ടാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ട് കൂട്ടർക്കും നല്ലതാണ്.